Hi everyone, welcome to English with Joe YouTube channel. Day 21. Should have, could have, would have. ഇവയെല്ലാം ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പഠിക്കാം. ഇവയുടെ എല്ലാം മലയാളത്തിൽ അർത്ഥം വരുന്നത് ഇങ്ങനെയാണ്. ഷുഡ് ഹാവ്, പറയേണ്ടതായിരുന്നു. ഒരു കാര്യം ചെയ്യേണ്ടിയിരുന്നൊരു സമയത്ത് ചെയ്തില്ല, പിന്നീട് അതിനെക്കുറിച്ച് പറയുകയാണ്. അത് ചെയ്യണമായിരുന്നു അല്ലെങ്കിൽ ചെയ്യേണ്ടതായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഷുഡ് ഹാവ് ഉപയോഗിച്ച് പറയാം. കുഡ് ഹാവ് എന്നതിൻ്റെ അർത്ഥം ചെയ്യാമായിരുന്നു. ഇവിടെ ചെയ്യാൻ കഴിയുന്നൊരു സാഹചര്യവും കഴിവും എല്ലാം ഉണ്ടായിട്ടും ചെയ്തില്ല, പിന്നീട് നമ്മൾ പറയുകയാണ് അത് ചെയ്യാമായിരുന്നു. ഇങ്ങനെ പറയുമ്പോഴാണ് കുഡ് ഹാവ് ഉപയോഗിച്ച് പറയുന്നത്. എന്നാൽ വുഡ് ഹാവ് എന്നതിൻ്റെ അർത്ഥം വരുന്നത് ചെയ്യുമായിരുന്നു. അതായത് നമ്മൾ പറയാറില്ലേ, ഞാൻ നേരത്തെ ഈ കാര്യം അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ചെയ്യുമായിരുന്നു, ഞാൻ ചെയ്തേനെ എന്നൊക്കെ പറയുമ്പോഴാണ് വുഡ് ഹാവ് ഉപയോഗിച്ച് പറയുന്നത്. ഇവ ഓരോന്നും ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്ന് എക്സാമ്പിൾസിലൂടെ പഠിക്കാം. അങ്ങനെയാവുമ്പോൾ എവിടെ ഉപയോഗിക്കണം എന്നതിൻ്റെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല, പിന്നെ ഒരിക്കലും ഉപയോഗിക്കുമ്പോൾ തെറ്റില്ല. ഇതിൻ്റെ സെൻറ്റൻസ് സ്ട്രക്ചർ ഇങ്ങനെയാണ്. ആദ്യം സബ്ജക്റ്റ്, അതിനുശേഷം ഷുഡ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് ആണ് വരേണ്ടത്. ഈ സെയിം സെൻറ്റൻസ് സ്ട്രക്ചറാണ് വുഡ് ഹാവ് ഉപയോഗിക്കുമ്പോഴും കുഡ് ഹാവ് ഉപയോഗിക്കുമ്പോഴും. സബ്ജക്റ്റ് പ്ലസ് വുഡ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. സബ്ജക്റ്റ് പ്ലസ് കുഡ് ഹാവ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. ഈ ഒരു സെൻറ്റൻസ് സ്ട്രക്ചർ ഓർത്ത് വയ്ക്കുക. വീഡിയോയിലേക്ക് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുൻപ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനായി മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ലെറ്റ്സ് മൂവ് ഓൺ ടു ദ ലെസൺ. ഈ സെൻറ്റൻസ് നോക്കൂ. ഐ ഷുഡ് ഹാവ് ഹെൽപ്ഡ് ഹിം. ഐ കുഡ് ഹാവ് ഹെൽപ്ഡ് ഹിം. ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് ഹിം. ഈ സെൻറ്റൻസ് എല്ലാം കാണുമ്പോൾ വലിയ വ്യത്യാസം തോന്നുന്നില്ല എങ്കിലും ഇവ ഓരോന്നും ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കേണ്ടത് എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഐ ഷുഡ് ഹാവ് ഹെൽപ്ഡ് ഹിം, ഞാൻ അവനെ സഹായിക്കേണ്ടതായിരുന്നു. ഇതിൽ പറയുന്നൊരു സാഹചര്യം, എനിക്ക് അവനെ സഹായിക്കേണ്ട ഉത്തരവാദിത്വമുണ്ട്, പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് ചിലപ്പോൾ ഒരുപാട് തിരക്കിൽ പെട്ടതായിരിക്കാം, സഹായിക്കാൻ കഴിഞ്ഞില്ല. അതിൻ്റെ കുറ്റബോധം പിന്നീട് പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ പറയാം, ഐ ഷുഡ് ഹാവ് ഹെൽപ്ഡ് ഹിം, ഞാൻ അവനെ സഹായിക്കണമായിരുന്നു അല്ലെങ്കിൽ ഞാൻ അവനെ സഹായിക്കേണ്ടതായിരുന്നു. എന്നാൽ കുഡ് ഹാവ് ഉപയോഗിച്ച് പറയുമ്പോഴോ ഐ കുഡ് ഹാവ് ഹെൽപ്ഡ് ഹിം. ഇവിടുത്തെ ഒരു സാഹചര്യം, എനിക്ക് അവനെ സഹായിക്കാമായിരുന്നു, കാരണം അപ്പോൾ അവനെ സഹായിക്കാൻ ആവശ്യമുള്ളത്ര പണം എൻ്റെ പക്കൽ ഉണ്ടായിരുന്നു, എന്നിട്ടും ഞാൻ അവനെ സഹായിച്ചില്ല എന്ന് പിന്നീട് പറയുകയാണ്. ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് ഹിം. ഇത് എപ്പോഴാണ് പറയുന്നത്? അവൻ ബുദ്ധിമുട്ടിലായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല, അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ സഹായിച്ചേനെ അല്ലെങ്കിൽ സഹായിക്കുമായിരുന്നു. ഇതും പിന്നീട് ഈ സാഹചര്യം കഴിഞ്ഞ ശേഷം ഒരു പശ്ചാത്താപം എന്ന പോലെ പറയുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷനെയാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു സാഹചര്യം സങ്കല്പിച്ച് പറയുകയാണ്, റിയൽ അല്ല. ഇങ്ങനെ വരുമ്പോഴാണ് വുഡ് ഹാവ് ഉപയോഗിക്കുന്നത്. ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് ഹിം, ഞാൻ അവനെ സഹായിക്കുമായിരുന്നു. ഇവിടെ ഓർത്തിരിക്കേണ്ട സെൻറ്റൻസ് സ്ട്രക്ചർ ഇതാണ്. ആദ്യം സബ്ജക്റ്റ് ഐ ആണ് വരുന്നത്, അതിനുശേഷം ഷുഡ് ഹാവ് ഓർ വുഡ് ഹാവ് ഓർ കുഡ് ഹാവ്, അതിനുശേഷമാണ് V3 ഫോം ഹെൽപ്പ് എന്നതിൻ്റെ V3 ഫോം ഹെൽപ്ഡ്. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ, ഹി ഷുഡ് ഹാവ് ഗോൺ ദർ. ഹി കുഡ് ഹാവ് ഗോൺ ദർ. ഹി വുഡ് ഹാവ് ഗോൺ ദർ. ഹി ഷുഡ് ഹാവ് ഗോൺ ദർ എന്ന് വച്ചാൽ അവൻ അവിടെ പോകേണ്ടതായിരുന്നു അല്ലെങ്കിൽ പോകണമായിരുന്നു. ഇവിടെ പറയുന്നൊരു സാഹചര്യം, ചെറുപ്പം മുതലേ വളരെ അടുപ്പമുള്ള ഒരു സുഹൃത്തിൻ്റെ വിവാഹത്തിന് വിളിച്ചപ്പോൾ അവൻ പോയില്ല. അപ്പോൾ ഇവർ തമ്മിലുള്ളൊരു സൗഹൃദം അറിയുന്ന ഒരു സുഹൃത്ത് പറയുകയാണ്, അവൻ വിവാഹത്തിന് പോകേണ്ടതായിരുന്നു, പോകാതിരുന്നത് ഒട്ടും ശരിയായില്ല. ഇങ്ങനെയൊക്കെ പറയുന്നൊരു സിറ്റുവേഷനിൽ ഷുഡ് ഹാവ് ഉപയോഗിച്ച് പറയാം. ഹി ഷുഡ് ഹാവ് ഗോൺ ദർ, അവൻ അവിടെ പോകേണ്ടതായിരുന്നു അല്ലെങ്കിൽ പോകണമായിരുന്നു. ഹി കുഡ് ഹാവ് ഗോൺ ദർ, ഇതെവിടെ ഉപയോഗിക്കുന്നത്? അവന് വിവാഹത്തിന് പോകാനുള്ള സമയവും സാഹചര്യവും ഉണ്ടായിരുന്നു, പക്ഷേ
അവൻ പോയില്ല. അപ്പോൾ ഇങ്ങനെ പറയാം, ഹി കുഡ് ഹാവ് ഗോൺ ദേർ. അവൻ അവിടെ പോകാൻ സാധിക്കുമായിരുന്നു അല്ലെങ്കിൽ കഴിയുമായിരുന്നു, എന്നിട്ടും അവൻ പോയില്ല എന്ന് പറയുന്ന സാഹചര്യത്തിൽ ഹി കുഡ് ഹാവ് ഗോൺ ദേർ ഉപയോഗിക്കാം. അടുത്തത് നോക്കൂ, ഹി വുഡ് ഹാവ് ഗോൺ ദേർ. അവൻ അവിടെ പോകുമായിരുന്നു. ഇതിൽ പറയുന്ന സാഹചര്യം, അവൻ്റെ അടുപ്പമുള്ള സുഹൃത്തിൻ്റെ വിവാഹം അവൻ അറിഞ്ഞില്ല അല്ലെങ്കിൽ അവനെ വിളിച്ചില്ല. അവൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ പോകുമായിരുന്നു എന്നതാണ് ഇവിടെ പറയുന്നത്. അതായത് അവൻ ആ സുഹൃത്തിൻ്റെ വിവാഹത്തിന് പങ്കെടുക്കാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു, പക്ഷേ ആ സുഹൃത്ത് അവനെ വിളിച്ചില്ല അല്ലെങ്കിൽ ആ വിവാഹത്തെക്കുറിച്ച് അവൻ അറിഞ്ഞില്ല. അപ്പോൾ പറയാം ഹി വുഡ് ഹാവ് ഗോൺ ദേർ. ഇങ്ങനെ നടക്കാതെ പോയ ഒരു ആഗ്രഹം പിന്നീട് പറയുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അറിയാത്തൊരു കാര്യം പിന്നീട് അറിയുമ്പോൾ എല്ലാം വുഡ് ഹാവ് ഉപയോഗിച്ച് പറയാം. ഈ സെൻറ്റൻസ് എല്ലാം നോക്കൂ. അവൾ അവനെ വിളിക്കേണ്ടതായിരുന്നു. അവൾ അവനെ വിളിക്കാമായിരുന്നു. അവൾ അവനെ വിളിക്കുമായിരുന്നു. ഇതിൽ എവിടെയാണ് ഷുഡ് ഹാവ്, കുഡ് ഹാവ്, വുഡ് ഹാവ് ഉപയോഗിക്കേണ്ടത് എന്ന് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി വിശ്വസിക്കുന്നു. യൂസ്ഫുള്ളായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ പഠിക്കണമെന്ന ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ആൻഡ് പ്ലീസ് ഡു സബ്സ്ക്രൈബ് ഇംഗ്ലീഷ് വിത്ത് ജോ യൂട്യൂബ് ചാനൽ. താങ്ക് യു.